ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ സ്പൈസി പാരഡൈസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുമ്പോഴേ ഞാൻ കുറച്ച് കമന്റ് കിട്ടി, നമ്മളെ ക്വാളിറ്റി, അതായത് സൗണ്ട് ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അങ്ങ് വന്നത്. ഒന്നും നോക്കില്ല, പുതിയൊരു മൈക്ക് ഓർഡർ ചെയ്തു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനില് ഈ മൈക്കിന്റെ അൺബോക്സിങ്ങും അതിന്റെ വോയിസ് മോഡുലേഷൻ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കത് അൺബോക്സ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ബോക്സിലായിരിക്കും നമുക്ക് ഈ മൈക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ഇതിന്റെ ഇവിടെ തന്നെ നമ്മൾ ഏത് ടൈപ്പാണ്, ഏതാണ് മോഡൽ നേടിന്റെ BY-V1 ഇതാണ് ഈ ഒരു മൈക്കിന്റെ മോഡൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സെറ്റിൽ ഒരു റിസീവറും മൈക്കും ആണ് ഉള്ളത്. അതേമാതിരി 2 years ഓഫ് വാറന്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം, ഇത് C-type ചാർജിങ് പോർട്ട് ആണുള്ളത്. പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഐഫോണിന് വേണ്ടിയിട്ട് ലൈറ്റ്നിങ് പോർട്ടാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയത് കറക്റ്റ് ആയിട്ടാണോ വന്നേക്കുന്നത് എന്നുള്ളത്, ഐഫോണിന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റിസീവർ ഉണ്ട്, മൈക്ക് ഉണ്ട്, പിന്നെ ഒരു ചാർജിങ് കണക്ടറും ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാല് ഒരു മാനുവൽ ഉണ്ട്, എങ്ങനെ ഇത് യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഒരു സിലിക്ക ജെല്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനമാണ് നമുക്ക് ഈ ബോക്സിൽ നിന്ന് കിട്ടിയത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മാതിരി തന്നെ ബോയന്റെ ലൈറ്റ്നിങ് പോർട്ടുള്ള ഒരു റിസീവർ ആണ് നമുക്ക് ഇതിനൊപ്പം കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് നമ്മുടെ മൈക്ക് വരുന്നത്. ഈ മൈക്കിന്റെ ബാക്കിലായിട്ട് ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഈ മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണാം, ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് പവർ ബട്ടൺ പ്ലസ് നോയിസ് ക്യാൻസലേഷൻ ബട്ടൺ. പിന്നെ ഇതിന്റെ ബോട്ടത്തിലായിട്ട് C-pin ചാർജിങ് പോർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണിത് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു റിസീവർ നമ്മൾ ഐഫോണിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറ യൂസ് ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഓഡിയോ റെക്കോർഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതെങ്ങനെയാണ് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരിക, യൂസ് ചെയ്യാൻ വേണ്ടി നല്ല ഈസി ആയിരിക്കും. അതേപോലെ തന്നെ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഈ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ മിന്നി കളിക്കും. അപ്പൊ നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ഇതൊരു ബ്ലൂ ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പൊ നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന വീഡിയോസ് എല്ലാം എടുത്തിരിക്കുന്നത് ഈ ഒരു പഴയ മൈക്ക് വെച്ചിട്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ബോയന്റെ മൈക്ക് വെച്ചിട്ട് ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയുണ്ട് ഇതിന്റെ സൗണ്ട് മോഡുലേഷൻ, എങ്ങനെയുണ്ട് ക്ലാരിറ്റി, അതിനെ കുറിച്ചൊക്കെ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ബോയന്റെ ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ നോയിസ് ക്യാൻസലേഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടി ഞങ്ങൾ ഫാൻ ഒന്ന് ഓൺ ചെയ്തിട്ട് സൗണ്ട് വെച്ചിട്ട് എങ്ങനെയുണ്ട് അത് നോയിസ് ക്യാൻസലേഷൻ ചെയ്യുന്നതെന്ന് നോക്കി നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫാൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ നോയിസ് ക്യാൻസലേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടി ഇവിടെ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട്, ജസ്റ്റ് പ്രസ് ചെയ്ത് നോക്കാം. ആ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഗ്രീൻ ലൈറ്റ് റിഫ്ലക്ട് ആവും. അതിനർത്ഥം ഞാൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോയിസ് ക്യാൻസലേഷൻ മോഡിൽ വെച്ചിട്ടാണ്. അതാ ഇവിടെ ഫാന് കറങ്ങുന്നുണ്ട്, പക്ഷെ ആ ഒരു വോയിസ് നിങ്ങൾക്ക് ഇതിൽ റിഫ്ലക്ട് ആവുന്നുണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഇനിയുള്ള വീഡിയോയിൽ ഈ ബോയന്റെ പുതിയ മൈക്കുമായിട്ടായിരിക്കും ഞങ്ങൾ വരാൻ പോകുന്നത്. ഇതിൽ ടെക്നിക്കൽ സൈഡ് ആയിട്ട് നമ്മൾ അധികം ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഒരു ബിഗിനേഴ്സ് എന്ന രീതിയിൽ ഈ ഒരു ബോയന്റെ മൈക്ക് ഭയങ്കര ചോയ്സ്ഫുൾ ആണ്. അതേപോലെ തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു എപ്പിസോഡ് കാണാം. ബൈ ബൈ. സയനാര സയനാര.